ഇനി ആ ദിവസം നമ്മളിത് കഴിഞ്ഞു. ഇനി സെക്കൻഡ് ഡേയിലേക്ക് കിടക്കുകയാണ്. ഡേ 1 കഴിഞ്ഞു. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാം. ഞാൻ ഇതൊരു ചെറിയ മാപ്പായിട്ടാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അതിനിടയിൽ ഒരുപാട് സ്ഥലങ്ങൾ നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. നീലിമ വ്യൂ പോയിന്റ് ഉണ്ട്, മീമുട്ടി ഉണ്ട്, സൺറൈസ് വാലി ഉണ്ട്, സൂചിപ്പാറ ഉണ്ട്. ഈ മേപ്പാടി ഭാഗത്തൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും മുണ്ടക്കൈ എന്ന് പറയുന്ന ദുരന്തം. മീഡിയക്കാരാണ് ഏറ്റവും കൂടുതൽ വയനാട് ദുരന്തം എന്ന് പറഞ്ഞ് മീഡിയയിലൂടെ അലച്ചത് കൊണ്ടാണ് വയനാട്ടിൽ ഇത്ര ടൂറിസം മേഖലയിൽ ഇത്ര വലിയ ഒരു 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 തകർച്ച വന്നത്. സത്യത്തിൽ മുണ്ടക്കൈയിലെ 2 വാർഡുകളിൽ മാത്രമാണ് ഈ മഹാദുരന്തം നടന്നിട്ടുള്ളത്. പക്ഷേ മരണപ്പെട്ടവർ മരണപ്പെട്ടു പോയി, ബാക്കിയുള്ളവർക്ക് ജീവിക്കണം. ടൂറിസം വളരുന്നതോടുകൂടി ഒരുപാട് കുടുംബങ്ങൾ ഇവിടെ നല്ല രീതിയിൽ ജീവിക്കുന്നുണ്ട്. അവരൊക്കെ വളരെ കഷ്ടത്തിലാണ്. അതുകൊണ്ട് തന്നെ വയനാട്ടിൽ മറ്റൊന്നും സംഭവിച്ചിട്ടില്ല, ഇനിയൊന്നും സംഭവിക്കാതിരിക്കട്ടെ. അപ്പൊ നിങ്ങൾ എല്ലാവരും വയനാട് എക്സ്പ്ലോർ ചെയ്യാൻ വരിക. ഇവിടെ വേറെ ഒരു ഇഷ്യൂ ഒന്നും ഇപ്പൊ ഇല്ല. രണ്ടാമത്തെ ഡേയിലേക്ക് നമ്മൾ കിടക്കുകയാണ്. രണ്ടാമത്തെ ഡേയിലേക്ക് നിങ്ങൾ, എനിക്ക് തോന്നുന്നത് കൽപ്പറ്റ, അതല്ലെങ്കിൽ വൈത്തിരി അല്ലെങ്കിൽ ചുണ്ട, പടിഞ്ഞാറത്തറ, ഇത്തരം സ്ഥലങ്ങളുടെ ഈ ജിയോഗ്രഫിക്കുള്ളിൽ, ഈ ടെറിട്ടറിക്കുള്ളിലാണ് നിങ്ങളുടെ താമസമെങ്കിൽ അത്തരത്തിൽ വളരെ സൗകര്യമായിരിക്കും. രണ്ടാമത്തെ ഡേ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് 5:30 to 6:30 നിങ്ങൾ അടുത്ത ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിൽ എത്തണം എന്നുള്ളതാണ്. അതായത് നമ്മൾ പോകുന്നത് ഏർലി മോർണിംഗ് കുറുമ്പാലക്കോട്ട എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ്. അതൊരു വ്യൂ പോയിന്റ് ആണ്. സത്യത്തിൽ നമ്മൾ ആ വ്യൂ പോയിന്റിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ക്ലൗഡിന്റെ മുകളിലായി മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് കുറുമ്പാലക്കോട്ടയിൽ നമ്മളെ ഈ പ്രകൃതി നമുക്ക് കാണിച്ചു തരുന്നത്. അത് എത്രത്തോളം വർണ്ണിക്കാൻ സാധിക്കുന്നതിലപ്പുറത്താണ് ആ കാഴ്ച എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ ലേറ്റ് ആയിട്ട് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഒരു 6:30 മുമ്പായി ഈ സ്ഥലത്ത് എത്തണം. നിങ്ങൾ എവിടെയാണോ താമസമുള്ളത് അവിടെ നിന്ന് ഏകദേശം 10, 18, 20 കിലോമീറ്ററിന്റെ താഴത്തായിരിക്കും ഇങ്ങോട്ടുള്ള ദൂരം. ഇനി ആ കുറുമ്പാലക്കോട്ട നമ്മൾ ഒഴിവാക്കുകയാണെങ്കിൽ പിന്നീട് നമ്മൾ ഒരു 30 കിലോമീറ്റർ അപ്പുറത്തേക്ക് മുത്തങ്ങ എന്ന് പറയുന്ന വൈൽഡ് ലൈഫ് സാങ്ച്വറിയിലേക്ക് നമുക്ക് പോകാവുന്നതാണ്. അവിടെ 7 മണിക്ക് വനം വകുപ്പിന്റെ തന്നെ വാഹനത്തിൽ നിങ്ങളെ വൈൽഡ് ലൈഫ് സഫാരിക്ക് വേണ്ടി കൊണ്ടുപോകും. അതിന്റെ ചാർജും കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ യൂട്യൂബിന്റെ ഡിസ്ക്രിപ്ഷനിൽ അവിടുത്തെ കോണ്ടാക്ട് നമ്പർ എല്ലാം ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ പോകുന്നത് ബത്തേരി ഭാഗത്തേക്കാണ്. സെക്കൻഡ് ഡേയിൽ ഈ ദിവസത്തെ രണ്ടാമത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഫസ്റ്റ് ഡേയിൽ നമ്മൾ മാക്സിമം തടാകങ്ങളും അതുപോലെ തന്നെ സോഫ്റ്റ് ആയിട്ടുള്ള ട്രക്കിംഗ് ഒക്കെ ഉള്ള സ്ഥലങ്ങളിലേക്കായിരുന്നു പോയിരുന്നത്. രണ്ടാമത്തെ ദിവസം ഫസ്റ്റ് ഒന്ന് കുറുമ്പാലക്കോട്ട, അത് അത്യാവശ്യം ട്രക്കിംഗ് എന്ന് പറയാനില്ല, ഒരു 400 മീറ്റർ ഹൈറ്റിലേക്ക് കയറി, ഒരു 1/2 കിലോമീറ്റർ ഹൈറ്റിൽ കയറി പോയി കഴിഞ്ഞാലാണ് ഈ മനോഹരമായിട്ടുള്ള കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുക. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, കുട്ടികളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഹോട്ടൽസോ കാര്യങ്ങളോ ഒന്നും ഇപ്പോ ഇല്ല. അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ട സജ്ജീകരണങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുക. മുത്തങ്ങയിലേക്കാണെങ്കിൽ നിങ്ങൾ സെലക്ട് ചെയ്യുന്നത് മുത്തങ്ങയാണെങ്കിൽ സുൽത്താൻ ബത്തേരിയിൽ നിന്ന് വീണ്ടും മുത്തങ്ങ വൈൽഡ് ലൈഫ് സാങ്ച്വറിയിലേക്കുള്ള റണ്ണിങ് ഉണ്ടാവും. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ ബ്രേക്ക്ഫാസ്റ്റിന് സമയമാണ്. നിങ്ങൾ തലേ ദിവസം ഹോട്ടലിൽ പറഞ്ഞ് ഹോട്ടൽ വെക്കേറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾ മുത്തങ്ങയിലേക്ക് പോവാവൂ. കാരണം മുത്തങ്ങയാണ് എങ്കിൽ, അതല്ലെങ്കിൽ കുറുമ്പാലക്കോട്ട വന്നിട്ട് നിങ്ങൾ തിരിച്ച് റൂമിൽ വന്ന് വെക്കേറ്റ് ചെയ്ത് അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് തിരിച്ചു പോകാം. കാരണം മുത്തങ്ങ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾ പടിഞ്ഞാറത്രയാണ് സ്റ്റേ എങ്കിൽ അവിടത്തേക്ക് വന്നു പോകുന്നത് വളരെ ബുദ്ധിമുട്ടാകും. പിന്നെ രണ്ടാമത്തത് അന്ന് ഇടക്കൽ ഗുഹയാണ്. ഇടക്കൽ ഗുഹയുടെ ചരിത്രവും കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അവിടെ കണ്ടെത്തിയിട്ടുള്ള ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ഒരു പ്ലേസ്ഡ് ആണ്. അവിടെ നമ്മുടെ ഒരുപാട് ലിപികളും കാര്യങ്ങളും, ആദിമ മനുഷ്യർ, ഒരുപാട് നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ജീവിച്ചിരുന്ന മനുഷ്യർ അവിടെ താമസിച്ചിരുന്നെന്നും അവരുടെ ലിപിയും കാര്യങ്ങളൊക്കെ വലിയൊരു ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ്. അവിടെ നിങ്ങൾക്ക് രണ്ടാമത്തത് എക്സ്പ്ലോർ ചെയ്യാം. മൂന്നാമത്തത് അവിടുന്ന് കുറച്ച് ലോങ്ങിലേക്ക് ഓടിയിട്ട് ഒരു എനിക്ക് തോന്നുന്നത് 25-30 കിലോമീറ്റർ ഓടിയിട്ട് 900 കണ്ടി എന്ന് പറയുന്ന ഗ്ലാസ് ബ്രിഡ്ജ് ആണ് വയനാട്ടിൽ. അത് അത്ര വലിയൊരു വയനാട്ടിൽ ഗ്ലാസ് ബ്രിഡ്ജുകൾ ഒരുപാടുണ്ട്. പക്ഷെ ഞാൻ ഈ 900 കണ്ടി സെലക്ട് ചെയ്തിരിക്കുന്നത്
ഈ അത്ര മനോഹരമായിട്ടുള്ള, നമ്മൾ ഊട്ടിയിലൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന റോഡ്സിന്റെ, അതായത് ചുറ്റും നമ്മുടെ തേയിലത്തോട്ടങ്ങളിലൂടെ ഉള്ളിലൂടെയുള്ള യാത്രയും അതിനിടയിൽ ഒരുപാട് സിപ്പ് ലൈൻ കാര്യങ്ങളും ഒരുപാട് എന്റർടൈൻമെന്റ് ഉള്ള ഒരു റൂട്ട് ആയതുകൊണ്ടാണ് ഈ 900 കണ്ടി ഗ്ലാസ് ബ്രിഡ്ജ്. ഇത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, അവിടെ ഫീ കുറച്ച് കൂടുതലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഈ 900 കണ്ടി എത്തുന്നതിന് മുമ്പ് നമ്മുടെ പ്രൈവറ്റ് വാഹനങ്ങളൊക്കെ റോഡിന്റെ സൈഡിൽ പാർക്ക് ചെയ്യണം. പിന്നെ അവർ ഫിക്സ് ചെയ്തിരിക്കുന്ന ജീപ്പുകളുണ്ട്. ആ ജീപ്പിലാണ് 900 കണ്ടിയിലേക്ക്, ആ മെയിൻ അട്രാക്ഷൻസിലേക്ക് പോവേണ്ടത്. ജീപ്പിനൊരു എൻട്രി ഫീസ് ഉണ്ട്. 5 പേരോ 6 പേരോ അടങ്ങുന്ന ഒരു ഗ്രൂപ്പിന് മാത്രമാണ് അങ്ങനെ പോവാൻ സാധിക്കുക. ഇനി ഫാമിലിക്ക് സ്വന്തമായിട്ടുള്ള 6 പേരടങ്ങുന്നതോ 7 പേരടങ്ങുന്നതോ ആണെങ്കിൽ അത്തരത്തിലും പോവാം. അത് ഒരു ട്രക്കിംഗ് രീതിയിലാണ് അതിന്റെ മുകളിലേക്ക് പോകുന്നത്. അവിടെയും മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് കാണാനുള്ളത്. ഇനി ഇതോടുകൂടി ഏകദേശം 1, 2, 3 ഇതിനിടയിൽ നിങ്ങൾ ഭക്ഷണത്തിനുള്ള സമയമുണ്ടാവും, മറ്റ് അവശ്യ കാര്യങ്ങൾക്കുള്ള സമയങ്ങളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് അത്യാവശ്യം ഒരു ഡേയിൽ നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റുന്ന ഒരു ഡേ ആയിരിക്കും. പിന്നെ അതിന്റെ തൊട്ടടുത്ത് വേറെ ഓപ്ഷനായിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്ന് കട്ട് ചെയ്ത് സൂചിപ്പാറ എന്ന് പറയുന്ന ഒരു വാട്ടർഫാൾസ് ഉണ്ട്. അവിടെ മനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. കുറച്ച് താഴോട്ട് ഇറങ്ങിപ്പോയിട്ട് വെള്ളം ചാടുന്നതും കാര്യങ്ങളൊക്കെ വളരെ മനോഹരമായിട്ട് കാണാൻ പറ്റുന്ന ഒരു സൂചിപ്പാറ എന്ന് പറയുന്ന ഒരു അട്രാക്ഷൻസ് ഉണ്ട്. ഇത് കഴിഞ്ഞ് നിങ്ങൾക്ക് മനോഹരമായി വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ട് ഇതേ രീതിയിൽ ഒരു ടൂർ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ട് നിങ്ങൾക്ക് തിരിച്ചു പോകാൻ സാധിക്കും. ഇതാണ് വയനാടിന്റെ ഏകദേശം ഒരു ചിത്രമുള്ളത്. ഇനി കണ്ണൂരിൽ നിന്നോ അതല്ലെങ്കിൽ മറ്റ് എവിടുന്നെങ്കിലും വരുന്ന ആളുകളാണെങ്കിലും നേരെ ലക്കിടിയിലേക്ക് ഒരു 8 മണിക്ക് മുമ്പിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതേ രീതിയിലുള്ള ഒരു ടൂർ പ്ലാൻ ചെയ്യാൻ സാധിക്കും. ഇനി 3 ദിവസമാണ് നിങ്ങളുടെ, അതായത് 3 പകല് 3 ഡേ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ വടക്കേ വയനാട് കൂടി അതിമനോഹരമായിട്ട് ഉൾക്കൊള്ളിക്കാൻ സാധിക്കും. മറ്റൊരു കാര്യം പറയാനുള്ളത്, ഒരു ഡേ മാത്രമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഡെസ്റ്റിനേഷനുകൾ വയനാട്ടിലുണ്ട്. നിങ്ങൾക്കറിയാം ചെമ്പ്ര പീക്ക് രാവിലെ ഒരു 4:30 to 5:30 ആണ് അതിന്റെ സമയം. ചെമ്പ്ര പീക്ക് അതിമനോഹരമായിട്ടുള്ള ട്രക്കിംഗ് ആണ്. ഹാർട്ട് ഷേപ്പിലുള്ള ഒരു ഹൃദയ തടാകം ഏറ്റവും മുകളിലെത്തിയാൽ നമുക്ക് കാണാൻ സാധിക്കും. അതൊന്നും ഒരു 1 ഡേ ട്രിപ്പ് ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് മാറ്റി വെക്കേണ്ടതാണ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, അത്തരത്തിലുള്ള ട്രിപ്പാണ് നിങ്ങൾ വരുന്നത് എങ്കിൽ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് മാത്രമേ വരാവൂ. ടിക്കറ്റ് അവൈലബിലിറ്റി വളരെ കുറവാണ്. വനം വകുപ്പിന്റെ ഇത്തരം ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കണക്കുണ്ട്. ആ കണക്കിന്റെ അപ്പുറത്തേക്ക് അവിടത്തേക്ക് ഒരു ദിവസം ടിക്കറ്റ് കൊടുക്കില്ല. അതേപോലെ ബണാസുര മല, അത് അടിപൊളി, അതിനേക്കാൾ മനോഹരമായിട്ടുള്ള ഒരു ട്രക്കിംഗ് സ്പോട്ടാണ്. അങ്ങനെ 1 ഡേകൾ മാത്രം ചെയ്യാൻ പറ്റുന്ന ഒത്തിരി ഡെസ്റ്റിനേഷനുകൾ ഉണ്ട്. പിന്നെ മൂന്നാമത്തെ ദിവസം തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റ് ഏതൊക്കെ ഡെസ്റ്റിനേഷനാണ് എന്ന് എനിക്ക് മൂന്നാമത്തെ ദിവസം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഏതൊക്കെ, അല്ലെങ്കിൽ എവിടൊക്കെ എക്സ്പ്ലോർ ചെയ്യാം എന്നുള്ളത് അടുത്ത ഒരു വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിച്ച് ഒരു മനോഹരമായിട്ടുള്ള ഒരു ടൂർ നിങ്ങൾക്ക് ഞങ്ങളുടെ വയനാട്ടിൽ പ്ലാൻ ചെയ്യാം. വിഷ് യു ഓൾ സക്സസ്. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.